നിങ്ങൾ എല്ലാവരും തന്നെ ആ മരത്തിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ആ ഒരു സാധനത്തിന് നിങ്ങൾ കാണുന്നുണ്ടോ? ആ സാധനത്തിൻ്റെ കണ്ടൊരു കഥയാണ് ഞാൻ പറയുന്നത്. ആളൊരു ജഗജില്ലി തന്നെയായിരുന്നു. ഞങ്ങളെ ഓഫിൻ്റെ അന്ന് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ റൂമിലോട്ട് കയറി വരുക പാട്ടൊക്കെ പാടി വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ സൗണ്ട് കണ്ടുടനെ എന്നാണ് ഹോസ്റ്റലിൻ്റെ സൈഡിൽ കിടക്കുമായിരുന്നു ഈ സാധനം. പെട്ടെന്ന് സൗണ്ട് കേട്ടുടനെ ഇത് എഴഞ്ഞ് ആദ്യം ഞങ്ങളുടെ നേരെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ ഫ്രണ്ടോട്ട് പോയി ഇത് പേടിച്ച് ആ മരത്തിൻ്റെ സൈഡിലോട്ട് അങ്ങ് കയറിയിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു. എനിക്കൊന്നും മിണ്ടാൻ പറ്റാതായിപ്പോയി. ചേച്ചിയോട് പാമ്പെന്ന് പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതുവഴി പെട്ടെന്ന് പ്രൈത്തേട്ടൻ പോയപ്പോഴത്തേക്കും പ്രൈത്തേട്ടനെ വിളിച്ച് വരുത്തി. പ്രൈത്തേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിനെ അതിനകത്തുനിന്ന് എടുത്ത് വിടാമല്ലോ എന്നോർത്ത് പ്രൈത്തേട്ടൻ കമ്പിട്ട് ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയപ്പോഴത്തേക്കും അത് പെട്ടെന്ന് പത്തി വിടർത്തിക്കൊണ്ട് വന്നു. തല താത്തിയിട്ടിരുന്ന് തളർന്ന് കിടന്നൊരു പാമ്പ് പെട്ടെന്ന് തല ഉയർത്തി പത്തി വിടർത്തിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം പത്തി വിടർത്തി കാണുന്നത് തന്നെ കേട്ടോ. വീട്ടിൽ ഞാനിങ്ങനെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ കണ്ടാലും ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ജോലി സ്ഥലത്തിരിക്കുന്ന അമ്മേനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്ന വ്യക്തിയാണ് ഞാൻ. വീട്ടിൽ പാമ്പ് വന്നെന്നും പറഞ്ഞുകൊണ്ട് അത്രയും പേടിയുള്ള ഞാനായി ഈ പാമ്പിൻ്റെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുക്കുന്നത്. എന്നിട്ട് ഈ പത്തി വിടർത്തുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പേടിച്ചു. വീട്ടിലോട്ടൊക്കെ അയച്ചു കൊടുത്തു ഞാൻ ഈ ഫോട്ടോ. അപ്പോൾ അമ്മ എനിക്കും പേടിച്ചു. അമ്മയ്ക്കറിയാം എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ എന്ന് പറഞ്ഞൊരു സാധനത്തിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ തൊട്ട് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് സാധാരണ ചേരയൊന്നും അല്ല എന്ന് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ചേച്ചിയും ഫസ്റ്റ് ടൈം ഈ സാധനത്തിനെ കാണുന്നത് തന്നെ. ചേച്ചി കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് സാധാരണ ചേരയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൈത്തേട്ടൻ പറഞ്ഞില്ല ഇത് ചേര തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം മരത്തിൻ്റെ അവിടെ കയറി ഇങ്ങനെ പ്രൈത്തേട്ടൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തിയപ്പോഴാണ്, അത് പത്തി വിടർത്തിയപ്പോഴാണ് പറയുന്നത് ഇത് ചേരയല്ല ഇത് കോബ്രയാണെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ പേടിച്ച് ചേട്ടൻ്റെയൊക്കെ പറഞ്ഞ് ചേട്ടൻ അടുത്തോട്ട് പോകണ്ട, പെട്ടെന്ന് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പെട്ടെന്ന് തന്നെ വന്ന് സെക്യൂരിറ്റി വിളിച്ചിട്ടാണെങ്കിൽ സെക്യൂരിറ്റി വരുന്നില്ല. അവരാരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം അവർ കുറച്ച് ലേറ്റായിട്ട് വരാനായിട്ടൊക്കെ. പിന്നെ കുറേ പേര് വന്ന് അതെന്തൊക്കെയോ ചെയ്തിട്ടൊന്നും അതിനെ എടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ സെക്യൂരിറ്റി വന്നൊരു കമ്പൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കമ്പും ടിന്നും ഇതാണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, അതൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ആ സാധനത്തിന് അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് ഇവർ ഉപദ്രവിച്ചൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കാണുന്നെങ്കിലും ഇതിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഇവരതിനെ പിടിച്ച് ആ ബോക്സിനകത്താക്കി എവിടെയെങ്കിലും കൊണ്ട് കളയാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാനിവിടെ ഏതായാലും ഇവരെ കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു സാധനത്തിനെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു എലി വന്നാൽ പോലും ഇവർ കൂട്ടിനകത്താക്കി അവർ വേറെ എവിടെയെങ്കിലും കൊണ്ട് തുറന്നു വിടും. പിന്നെ അതിവിടെ തന്നെ കയറി വരും. അത് തന്നെ ഇവിടെ പതിവ്. അത് കാരണം ഇവരൊന്നിനെ ഉപദ്രവിക്കാറില്ല. അതെനിക്കറിയാം. ഈ പെട്ടിക്കകത്താക്കി നമ്മൾ ഓർക്കും ഇവർ ഉപദ്രവിക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഇല്ല, ഇവരൊന്നും അതിനൊന്നും ചെയ്യാറില്ല. അതിനെയൊക്കെ കൊല്ലാത്തൊരു മനസ്സ്, അതിനെയൊന്നും കൊല്ലാനുള്ളൊരു മനസ്സ് ഇവർക്കാർക്കും ഇല്ല. അതായാലും ഇവർ പെട്ടെന്ന് തന്നെ പെട്ടിക്കകത്താക്കി. ഞങ്ങളേതായാലും പേടിച്ചു പോയി. ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി. ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഏതായാലും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഏതായാലും കൊള്ളാം, നന്നായിട്ട് ഞങ്ങൾ പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇപ്പോഴും ലൈറ്റില്ല. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ടോർച്ചുണ്ട്. ഫോണിൻ്റെ വെട്ടം അടിച്ചുകൊണ്ടാണ്. ഞാൻ കള്ളത്തരം പറയുവാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ടോർച്ചിൻ്റെ വെട്ടം നിങ്ങളിങ്ങനെ കാണേണ്ടി വരില്ല. പിന്നെ വേണ്ടേ ആ ചേട്ടൻ പെട്ടെന്ന് തന്നെ അവിടെ സെക്യൂരിറ്റി ചേട്ടനാണ് കൊണ്ടുപോകുന്നത്. അതിനെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാകുവാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും.